number 68 questions ആണ്. First question. A 60 meters long road is cut into piece of length 2 by 3 meter. How many such piece will be there? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 16 മീറ്റർ നീളമുള്ള ഒരു ലോങ് റോഡ്, ഒരു വലിയ നീളമുള്ള ഒരു റോഡ് മീൻസ് കോല് എന്ത് ചെയ്യുന്നു, ഒരു ദണ്ട് അല്ലെങ്കിൽ കോല് എന്ത് ചെയ്യുന്നു, 2/3 മീറ്റർ നീളമുള്ള ഭാഗങ്ങളാക്കിയിട്ട് മുറിക്കുന്നു. അപ്പൊ 16 മീറ്റർ നീളമുള്ളത് 2/3 മീറ്റർ നീളമുള്ള ഭാഗങ്ങളാക്കി മുറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗങ്ങൾ കിട്ടും എന്നാണ്, 16 മീറ്ററിൽ നിന്ന് എത്ര ഭാഗങ്ങൾ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൊത്തം എത്രയാണ്? 16 ആണ്. 16ന്റെ എത്ര ഭാഗമാണ്? ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 ആണ്. 2/3 ആണ് അല്ലേ? നമ്മൾ മുറിക്കുന്നതിന്റെ 2/3 മീറ്റർ നീളമുള്ള ഭാഗമായിട്ടാണ് മുറിക്കുന്നത്. അപ്പൊ 16 2/3 എന്ന് കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കലാണ് 3/2 അല്ലേ? ഇൻറ്റു 3/2 മുകളിലേക്ക് നമ്മൾ റെസിപ്രോക്കൽ മുകളിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ 3/2 എന്ന് കിട്ടും. 16 × 3/2 എന്ന് കിട്ടും. അപ്പോൾ 2ന്റെ ടേബിളില് 2 8 × 2 16 അല്ലേ? അപ്പൊ 8 × 3 24. അപ്പൊ 24 പീസസ് ആണ് നമുക്ക് കിട്ടുക. 24 പീസസ് ആണ് കിട്ടുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ 5 1/4 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 3/4 ലിറ്റർ കുപ്പികളിൽ 3/4 ലിറ്റർ ഉള്ള കുപ്പികളിൽ എന്താണ് 5/1/4 ലിറ്റർ വെള്ളം നിറയ്ക്കാൻ എത്ര കുപ്പികൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3/4 ലിറ്റർ ഉള്ള കുപ്പികളിൽ 5/1/4 ലിറ്റർ അല്ലേ വെള്ളം നിറയ്ക്കാൻ എത്ര കുപ്പികൾ വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 5/1/4 എന്നാണ് പറഞ്ഞത്. അപ്പൊ 5/1/4 നമുക്ക് അത് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അപ്പൊ 5 1/4 എങ്ങനെയാണ്? 5 × 4 എത്രയാണ്? 20 20 + 1 20 + 1 21 അല്ലേ? അപ്പൊ 21 അടിയിലത്തെ 4 അങ്ങനെ തന്നെ ഇടാം. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? 21/4 സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ 5 1/4നെ 21/4 എന്നാക്കി. അപ്പൊ 21/4 ഡിവൈഡ് ബൈ എത്ര ലിറ്റർ ഉള്ള കുപ്പികളാണ്? 3/4 ലിറ്റർ ഉള്ളതാണ്. ഈ താഴെയുള്ളതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റെസിപ്രോക്കൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? 4/3 എന്നാക്കും അല്ലേ? താഴെയുള്ളതിനെ മേലെയാക്കിയിട്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 21/4 ഡിവൈഡ് ബൈ 3/4നെ 21/4 ഇതിന് ചേഞ്ച് ഒന്നുമില്ല, ഇൻറ്റു മുകളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4/3 എന്നല്ലേ? റെസിപ്രോക്കൽ കണ്ടു. 4/3 എന്നാക്കി. 21 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? 4ഉം 4ഉം പോവും അല്ലേ? 21/3 എന്ന് കിട്ടും. 21/3 എന്ന് കിട്ടും. എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ നമുക്ക്. 21/3 അപ്പൊ നമുക്ക് എത്ര ഇടണേ? 3ന്റെ ടേബിൾ 7 × 3 അല്ലേ? 21ൽ എത്ര 3 ഉണ്ട്? 7 3 ആണുള്ളത് അല്ലേ? അപ്പൊ 7 ബോട്ടിൽസ് എന്ന് ഉത്തരം കിട്ടും. 7 ബോട്ടിൽസ് ആണ് ഉണ്ടാവുക. അപ്പൊ 5/1/4 ലിറ്റർ വെള്ളം നിറയ്ക്കാൻ വേണ്ടി 7 ബോട്ടിലുകളാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 13 1/2 kilogram of sugar is to be packed into bags with 2 1/4 kilogram sugar each. How many bags are needed? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 13 1/2 കിലോ പഞ്ചസാര ഷുഗർ എന്താണ് 2 1/4 കിലോഗ്രാം വീതം ബാഗുകളിൽ നിറയ്ക്കണം. അപ്പൊ 13.5 കിലോഗ്രാം ഷുഗർ 2 1/4 കിലോഗ്രാം വീതം ബാഗുകൾ നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ബാഗുകൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ബാഗുകൾ വേണം? അപ്പൊ 13.5നെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് ആക്കുക. ഞാൻ പറഞ്ഞു 13 × 2 26 വരും, +1 27 27/2 എന്ന് കിട്ടും. അതുപോലെ 2 1/4 മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് അതിനെ മാറ്റുക. 2 × 4 8 8 + 1 9 9/4. അപ്പം നമുക്ക് 13.5 കിലോ പഞ്ചസാര എന്നുള്ളത് 27/2 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ 2 1/4 വീതം ഓരോ ബാഗുകൾ നിറയ്ക്കണം എന്ന് പറയുമ്പോൾ അതിന് 9/4 ആക്കി. അപ്പൊ 27/2 ഡിവൈഡ് ബൈ 9/4. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ
ഇതിനെ നമ്മൾ വീണ്ടും എന്താണ് റെസിപ്രോക്കൽ കണ്ട് റെസിപ്രോക്കൽ മുകളിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആയി അല്ലേ. അപ്പോൾ 27/2 ഇൻറ്റു 4/9 എന്നാക്കി. ഇതിനെ മുകളിൽ പോകുമ്പോൾ ഇൻറ്റു 4/9 ആക്കി അല്ലേ റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2ഉം 4ഉം 2ഉം 4ഉം എത്രയാണ്, 2. പിന്നെ 9, 1 × 9 9, 3 × 9 27. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 × 2 എത്ര കിട്ടി, 6. 6/1 എന്ന് കിട്ടണം. അതായത് 6 ബാഗ്. ഇതാണ് എളുപ്പം. 2 4 4ൽ എത്ര 2 ഉണ്ട്, 2. അപ്പോൾ ഇവിടെ 1 × 1. ഇനി 9ഉം 27ഉം വെട്ടിപ്പോവും. അപ്പോൾ 1 × 9 9, 3 × 9 27 അല്ലേ. 27ൽ 9 3ആണുള്ളത്. 3 9ആണുള്ളത്, സോറി 3 9ആണുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ 3 × 2 എന്ന് കിട്ടും. നമുക്കിവിടെ വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. 3 × 2 ഡിവൈഡ് ബൈ 1 × 1 1. അപ്പോൾ 3 × 2 6. 6/1 എന്ന് പറഞ്ഞാൽ 6 ബാഗ്സ് ആണ് ഉള്ളത്. ഇനി നാലാമത്തെ കണക്ക് നമുക്ക് നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 22 1/2 square centimeter and one side is 3/4 centimeter long. What is the length of the other side? എന്താ ചോദിച്ചേക്കണേ, ഒരു റെക്റ്റാങ്കിൾ അല്ലേ, ഒരു റെക്റ്റാങ്കിൾ ഏരിയ, അതായത് ഒരു ചതുരസ്ഥലത്തിൻ്റെ എന്താണ് ഏരിയ എന്ന് പറയുന്നത് 22 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 22 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്, ഒരു സൈഡ് എന്ന് പറയുന്നത് 3/4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നാലാമത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ ഇതുപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ സിമ്പിൾ ആക്കണം. 22 1/2നെ നമ്മൾ 22 × 2 അപ്പോൾ 44 കിട്ടും. +1 45/2 എന്ന് കിട്ടി. ഇനി 3/4നെ 4 × 3 12 12 + 3 15/4 എന്നാക്കി. അപ്പം മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് 45/2 ഡിവൈഡ് ബൈ 15/4 എന്ന് കിട്ടി. ഇനി ഈ 15 റെസിപ്രോക്കൽ 4/15 ആക്കിയിട്ട് മാറ്റുന്നു. 4/15 ആക്കിയിട്ട് മാറ്റുന്നു. (45/2 ഡിവൈഡഡ് ബൈ 15/4) റെസിപ്രോക്കൽ 45/2. അപ്പോൾ റെസിപ്രോക്കൽ 4/15 ഇൻറ്റു ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താണ് ഇതുപോലെ ചെയ്യുക. 45/2 ഓക്കെ. 2ഉം 4ഉം വെട്ടിപ്പോവും. എന്താണ് 4ൽ എത്ര 2 ഉണ്ട്, 2 2 ആണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ 2, ഇവിടെ 1 വന്നു. ഇനി 15 1 × 15 15 3 × 15 45. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 3 × 2 ഡിവൈഡ് ബൈ 1 എന്നാണ് കിട്ടുന്നത്. അത് 3 × 2 എന്ന് പറഞ്ഞാൽ 6/1. അപ്പോൾ അതായത് 6 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. 6 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. ഇനി നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഹൗ മെനി പീസ് each of length 2 to 1/2 meters can be cut off from a rope of length 11 1/2 meters? How many meters of rope will be left? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു 11.5 മീറ്റർ നീളമുള്ള കയറിൽ നിന്ന് നമ്മൾ 2.5 മീറ്റർ നീളമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗം കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ഭാഗങ്ങൾ ലഭിക്കും, ബാക്കി എത്ര മീറ്റർ? അപ്പം മൊത്തം 11.5 മീറ്ററാണ് ലെങ്ത്ത്. റോപ്പിൻ്റെ ലെങ്ത്ത് 11.5 മീറ്ററാണ്. അതിൽ നിന്ന് നമ്മൾ 2.5 വച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പീസുകൾ കിട്ടും, ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ആദ്യം തന്നെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് എടുക്കുന്നതൊക്കെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ 11.5 എന്ന് പറയുന്നത് 11 × 2 എന്ന് പറഞ്ഞാൽ 22 + 1 23 23/2 എന്ന് കിട്ടി. പിന്നെ 2.5 എന്ത് എടുക്കുന്നത്, മിക്സ്ഡ് ഫ്രാക്ഷനിൽ എടുക്കും. 2 × 2 4 4 + 1 5 5/2 എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ
ഡിവൈഡ് ചെയ്യുക. 23/2 /5/2. ഇതിൽ നിങ്ങൾ റെസിപ്രോക്കൽ കാണേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും സെയിം ആണ്. അപ്പോൾ 2ഉം 2ഉം വെട്ടിപ്പോയി, അല്ലെങ്കിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വരും ഇത് ഇങ്ങനെ കിട്ടും. 23/2 ഇൻറ്റു എന്താണ് 2/5 എന്ന് കിട്ടും. അപ്പോൾ 2ഉം 2ഉം വെട്ടിപ്പോയാലും നമുക്ക് വീണ്ടും കിട്ടുന്നത് എത്രയാണ്? 23/5 എന്നാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വെട്ടിക്കളഞ്ഞാൽ 23/5 എന്ന് കിട്ടും. ഈ 23/5 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇത് കാണുന്ന സമയത്ത് 4 3/5 എന്ന് കിട്ടും. 23നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 5 × 4 20 കിട്ടി. പിന്നെ 23ന്ന് 20 മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കിട്ടി അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് 4 3/5. ഈ 4 3 5 4 3/5 ഇതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതിൻ്റെ അർത്ഥം 4 ഫുൾ പീസസ് ഉണ്ടാവും. ബാക്കി 3/5 പീസ് എന്തായിരിക്കും? 3/5 എന്ന് പറയുന്നത് അനദർ പീസാണ്. അപ്പോൾ നമ്മൾ എത്ര ലെങ്ത് യൂസ് ചെയ്യണം? അപ്പോൾ 4 ഫുൾ പീസ് ഉണ്ടാവും. ബാക്കിയുള്ള പീസ് എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 × 2.5 അല്ലേ? അപ്പോൾ 4 × 2.5. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 2.5നെ നമ്മളിവിടെ കണ്ടു, 5/2 എന്ന് കണ്ടു അല്ലേ? അപ്പോൾ 4 × 2 1/2 = എങ്ങനെ എഴുതും? 4 × 5/2 എന്ന് കിട്ടും. 4 × 5/2. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 4 × 5/2നെ 4 × 5 20 20/2 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. റിമൈനിങ് എത്രയാണ്? മൊത്തം 11.5 ആണ്. 11 10 പോയാൽ ബാക്കി എത്രയുണ്ട്? 1.5 മീറ്ററാണ്. അപ്പോൾ 4 പീസസ് ആണുള്ളത്. 1.5 മീറ്ററാണ് ലെഫ്റ്റ് വരുന്നത്. അപ്പോൾ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയ്ക്കുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.